ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ എന്താണ് മീൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് അപ്പ് ഓർ ഡിവൈഡിംഗ് എ സിംഗിൾ റിലേഷൻ ഇൻറ്റു ടു ഓർ മോർ സബ് റിലേഷൻ ഈസ് കോൾഡ് ഡീകമ്പോസിഷൻ ഓഫ് എ റിലേഷൻ. അതായത് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ റിലേഷനെ ഡിവൈഡ് ചെയ്ത് സബ് റിലേഷൻസ് ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എ, ബി, സി. ഇങ്ങനെ ഒരു റിലേഷനെ R1, R2 ഇങ്ങനെ രണ്ട് സബ് റിലേഷൻസ് ആക്കാം. അതായത് R1ൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എയും ബിയും, R2ൻ്റെ ആട്രിബ്യൂട്ട്സ് ബിയും സിയും. ഈ ഒരു ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അതായത് ഒരു റിലേഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു റിലേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള റിഡൻഡൻസി മീൻസ് ഡ്യൂപ്ലിക്കേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഡ്യൂപ്ലിക്കേഷനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. സോ അതൊക്കെ നമുക്ക് നോർമലൈസേഷൻ പറയുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് ഡീകമ്പോസിഷൻ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോർമലൈസേഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പോൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഇത്ര മാത്രം മനസ്സിലാക്കുക. അതായത് ഒരു സിംഗിൾ റിലേഷനെ ഡിവൈഡ് ചെയ്ത് സബ് റിലേഷൻസ് ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഡീകമ്പോസിഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു റിലേഷനിലുള്ള റിഡൻഡൻസി ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് properties of decomposition. First one is lossless decomposition. Next is dependency preservation. Lossless decomposition എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ആ ഒരു ഡീകമ്പോസിഷൻ ലോസ്ലെസ് ആയിരിക്കണം. അതായത് ഒരു റിലേഷനെ സബ് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ റിലേഷൻ ആക്കുന്ന സമയത്ത് അവിടെയുള്ള ആ ഒരു ഒറിജിനൽ റിലേഷനിലുള്ള ഇൻഫർമേഷൻ, അതായത് ഡേറ്റയൊന്നും ലോസ് ആകാൻ പാടില്ല. അതായത് ഒരു റിലേഷൻ എ, ബി, സി എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷനെ സബ് ഡിവൈഡ് ചെയ്ത് R1, R2 എന്ന് പറയുന്ന രണ്ട് റിലേഷൻ ആക്കുന്നത് വഴി ഈ ഒരു ഒറിജിനൽ റിലേഷന്റെ ഒരു ഡേറ്റയും ലോസ് ആകാൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്. No information is lost from the original relation during decomposition. അതുപോലെ തന്നെ ഈ രണ്ട് സബ് റിലേഷൻസും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഒറിജിനൽ റിലേഷൻ തന്നെ കിട്ടണം. അതാണ് ഈ ഒരു സെക്കൻഡ് പോയിന്റ് പറയുന്നത്. When the sub relations are joined back, the same relation is obtained that was decomposed. അങ്ങനെയുള്ള ഡീകമ്പോസിഷനെയാണ് ലോസ്ലെസ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ. ഇവിടെ എന്താണ് പറയുന്നത്? നൺ ഓഫ് ദ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ദാറ്റ് ഹോൾഡ് ഓൺ ദ ഒറിജിനൽ റിലേഷൻ ആർ ലോസ്റ്റ്. അതായത് നമ്മുടെ ഒറിജിനൽ റിലേഷനിൽ എന്തെല്ലാം ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ടോ ആ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എല്ലാം നമ്മൾ ഡീകമ്പോസ് ചെയ്യുന്നത് വഴി ഒരിക്കലും ലോസ് ആവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റിലേഷൻ എടുക്കുകയാണ്. R എന്ന് പറയുന്ന ഒരു റിലേഷൻ എടുത്തു. ഈ ഒരു റിലേഷനെയാണ് R1, R2 എന്ന് പറയുന്ന രണ്ട് റിലേഷനായിട്ട് ഡീകമ്പോസ് ചെയ്തു. സോ Rന്റെ സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത് Fഉം R1ന്റെ സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത് F1 ആൻഡ് R2ന്റെ സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത് F2. സോ ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ F1 യൂണിയൻ F2 എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒറിജിനൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി സെറ്റ് തന്നെ കിട്ടണം. സോ അങ്ങനെയുള്ള ഡീകമ്പോസിഷനെ നമുക്ക് പറയാം ഡിപ്പെൻഡൻസി പ്രിസർവിങ്. ഇനി F1 യൂണിയൻ F2 എടുക്കുമ്പോൾ നമുക്ക് F തന്നെ കിട്ടിയില്ലെങ്കിൽ അങ്ങനെയുള്ള ഡീകമ്പോസിഷനെ നമുക്ക് നോട്ട് ഡിപ്പെൻഡൻസി പ്രിസർവിങ് എന്ന് പറയാം. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. R എന്ന് പറയുന്ന ഒരു റിലേഷനെ നമ്മൾ ഡീകമ്പോസ് ചെയ്ത് R1, R2, R3 എക്സെട്ര Rn സബ് റിലേഷൻസ് ആക്കുന്നു. F1, F2 എക്സെട്ര Fm എന്ന് പറയുന്നത് ഓരോ റിലേഷന്റെയും സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണ്. സോ ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിന്റെ എല്ലാം യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒറിജിനൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ സെറ്റ് തന്നെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള
ഡീകമ്പോസിഷനെയാണ് ഡിപ്പെൻഡൻസി പ്രിസർവിങ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ എഫ് പ്ലസ് എന്ന് പറയുന്നത് ക്ലോഷർ ആണ്. ഫോർ എക്സാമ്പിൾ, ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത് എ ഗോസ് ടു ബിയും ബി ഗോസ് ടു സി എന്ന് പറയുന്ന രണ്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണ് തന്നിരിക്കുന്നത്. സോ ഇത് രണ്ടുമാണ് ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്നും നമുക്ക് എ ഗോസ് ടു സി എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അതായത് എ ഗോസ് ടു ബി, ബി ഗോസ് ടു സി. സോ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ ഗോസ് ടു സി എന്ന് കിട്ടും. അതായത് എഫ് പ്ലസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും ആ തന്നിരിക്കുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിൽ നിന്നും ഹിഡൻ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിൻ്റെ എല്ലാം കൂടി സെറ്റാണ് എഫ് പ്ലസ് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്